നമുക്കിന്ന് ചിക്കൻ വെച്ചിട്ട് വെറൈറ്റിയും സിമ്പിളുമായിട്ടുള്ളൊരു റെസിപ്പി നോക്കാം. അപ്പോൾ എല്ലാവരും ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിക്കൻ്റെ വെറൈറ്റികളൊക്കെ തപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ ചിക്കൻ നമ്മൾ മസാലയ്ക്കായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് അല്ലെങ്കിൽ 1 സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വിനെഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. അപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഫ്രിഡ്ജിലോട്ട് മാറ്റിയാലും നല്ലത് തന്നെയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ആണെങ്കിൽ അതെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നമ്മളിത് മറിച്ചിടാൻ നോക്കരുത്. ഒരു 2 മിനിറ്റൊക്കെ ആയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് ഹാർഡാക്കി കളയരുത്. നല്ല സോഫ്റ്റായിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോരി മാറ്റാവേ. ഒത്തിരി സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിലിൽ നിന്ന് നമുക്ക് കോരി മാറ്റാവേ. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ആ ഓയിലൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ഓയിലിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് ഞാൻ വേറൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 7-8 വറ്റൽ മുളക് എടുത്തിട്ടാണ് ഞാനത് വലുതായതുകൊണ്ട് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കോരി എടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കോരി എടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ഒരു 10-25 ചെറിയുള്ളി കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടം സവാളയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി 2ഉം കൂടെ എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും എടുക്കാം. അപ്പം ചെറിയുള്ളിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വരണം. ഇനി ഈ ചെറിയുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒഴിച്ചു കൊടുത്ത വെള്ളവും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു മസാലയിൽ പിടിക്കുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും നമ്മുടെ ചില്ലി ഫ്ലെക്സ് ആണ് ഇതിൻ്റെ ഒരു സ്പൈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടല്ലേ തയ്യാറാക്കിയെടുത്തത്. നമുക്ക് ഇത് മാത്രമായിട്ട് വേണമെങ്കിലും കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈ കളറ് മാത്രമേ ഉള്ളൂ, നമുക്ക് എരിവൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നേരെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.